ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഹുക്കും യാണൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ യാൺ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇനി യാൺ ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നോട്ട് വരും അവിടെ, അതാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ക്രോഷേൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ സ്റ്റിച്ചുകളും പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കണ്ട് പഠിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബോ എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ചുള്ള ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം അതിനുള്ള ചെയിൻ ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 30 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ അത് ചെയ്യുക. 30 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം അതിനുള്ള ചെയിൻ ഇട്ട് കൊടുക്കുക കേട്ടോ. വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറേ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 30 ചെയിനുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ യാണ് ഒന്ന് തിരിച്ച് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹുക്കും ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യും, താഴേക്കാക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹുക്കിൻ്റെ അവിടുന്ന് രണ്ടാമത്തെ ചെയിനിലേക്കാണ് ഡബിൾ ക്രോഷ ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് ഹുക്കിൻ്റെ മേലെ കൂടെ നമ്മൾ ജസ്റ്റ് യാൺ ഒന്ന് ചുറ്റി കൊടുക്കുക. നെക്സ്റ്റ് രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തിയിട്ട് നമ്മൾ യാണിനെ വലിച്ചെടുക്കണം കേട്ടോ. യാണിനെ ഇങ്ങനെ മേലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുകളാവും. ഇനി 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ മുകളിൽ ഉള്ള യാണിന്ന് യാൺ ഓവർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുകളായിട്ട് മാറും. ഇനി ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷ ചെയ്യുന്നത്. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും നമ്മൾ യാൺ ഓവർ ചെയ്യുമ്പോൾ ഒരു ഡബിൾ ക്രോഷ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഇത് കണ്ടിന്യൂ ചെയ്യുക. ഹുക്കിൽ യാൺ ചുറ്റിയിട്ട് ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് 3 ലൂപ്സിൽ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ യാൺ ഓവർ ചെയ്തിട്ട് പിന്നെയും 2 ലൂപ്സിൻ്റെ ഉള്ളിൽ യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അങ്ങനെ 30 ചെയിൻ സ്റ്റിച്ചിലും നമ്മൾ ഡബിൾ ക്രോഷ ചെയ്യണം. അങ്ങനെ ഉണ്ടത് 30 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഒരു കെട്ട് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ലാസ്റ്റ് ലൂപ്പിൽ ഒരു ചെയിൻ ഇട്ടിട്ട് നമ്മൾ അതവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ മറ്റേ യാണ് വലിച്ച് പുറത്തേക്ക് എടുക്കുക. ബാക്കിയുള്ള ഇതുമ്മലുള്ള യാണ് നല്ലോണം വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക, അത് വിട്ടു പോവാതെക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരിത് കിട്ടും. നമുക്കിങ്ങനെ നീളത്തിലുള്ള ഒരു 2 കുറച്ച് വൃത്തികേടായിട്ട് നിൽക്കുന്ന യാൺസ് ഉണ്ട്. അത് ജസ്റ്റ് എല്ലാ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് ജസ്റ്റ് കാണാത്ത വിധത്തിലാക്കിയിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഇവിടെ 2 നൂലുകളും എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി അയ്യോ, ഇതിൻ്റെ തലപ്പ് എവിടെ കാണാമല്ലോ. ഓക്കെ. ഇനി ഇത് നമ്മൾ ഒരു ബോൻ്റെ ഷേപ്പ് ആക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ ഭാഗവും ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ബോൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ. നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ബോൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന് മേലെ നമ്മൾ ഈ യാൺ കൊണ്ട് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഇതൊരിക്കലും വിട്ടു പോരാൻ പാടില്ല. അത്രയ്ക്ക് ടൈറ്റായിട്ട് നന്നായി കെട്ടിക്കൊടുത്ത് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ബോ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.